മാക്സിമം 30-35 വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു യാർഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ചെറിയ സമയം കൊണ്ടാണ് ഈ വണ്ടികളൊക്കെ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോ അവസാനം വരെ. മാക്സിമം 1 ലക്ഷം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഒക്കെ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ജനപ്രിയ വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ടൊയോറ്റന്റെ ഇത്തിയോസ് ലിവ നോക്കുന്നവർക്കായി ഇവിടെ 7 വണ്ടിയാണ് സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ തന്നെ 4 സ്വിഫ്റ്റ് കാർ സ്റ്റോക്ക് ഉണ്ട്, പിന്നെ വാഗണർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ ഒരു സ്കോഡയിൽ നമുക്ക് തുടങ്ങാം. സ്കോഡിന്റെ എതിയാണ് ഇത്. മോഡൽ എത്രയാണ് ഇക്ക മോഡൽ? 2011 മോഡൽ. 2011 മോഡൽ എതിയാണ്. എത്ര വില അതിന്? നമുക്ക് 5 രൂപ കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ 5 രൂപ. ഫൈനൽ 5 രൂപ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നിസാൻ മൈക്ര നമുക്ക് നോക്കാം. നിസാൻ മൈക്ര ഇത് പെട്രോൾ വണ്ടിയാ? ഡീസൽ വണ്ടിയാണ്. എത്ര മോഡലാണ്? അത് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. 2011. നമുക്ക് ഫൈനൽ 2.4 ചോദിക്കുന്നത്. വില കുറച്ച് തരും. അടുത്ത നമുക്ക് ഇവിടെ ടൊയോറ്റന്റെ ഇത്തിയോസ് ഡിക്കി ഉള്ള വണ്ടിയാണ്. പിന്നെ നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാ. എത്ര മോഡൽ ഇത്? 2012 മോഡലാണ്. റീ വണ്ടിയാണ് അല്ലേ? എത്ര ചോദിക്കുന്നത്? 335 ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ആൾട്ടോ 800 നോക്കാം. ഇത് 2015 മോഡലാണ്. ഓപ്ഷൻ തന്നെ VXI ആണ്. ചോദിക്കുന്ന 2.4. ഓക്കെ, ഇവിടെ ഒരു സിയാസ് ഡീസൽ വണ്ടിയാണ്. എത്ര മോഡലാണ് അത്? 2016 മോഡൽ ഹൈബ്രിഡ് ആണ്. നല്ല മൈലേജ് ഒക്കെ കിട്ടും. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. എത്ര ചോദ്യം? നമുക്ക് 6 രൂപ 5.4 കൊടുക്കല്ലേ? 5.4 ലാസ്റ്റ് ആണ്. നല്ല അലുവ പോലത്തെ നമ്പറാണ്. 8800. അതേപോലെ തന്നെ ഇവിടെ ഒരു ചവർലൈറ്റിന്റെ ക്രൂസ്. ഇത് എത്ര മോഡലിക്കാ? 2012 മോഡൽ. വില എത്ര? ഇത് നമുക്ക് ലാസ്റ്റ് 3.5 കൊടുക്കാം. 3.5 കൊടുക്കാം. സൺറൂഫിന്റെ ഓട്ടോമാറ്റിക്. ഓക്കെ, ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. സ്വിഫ്റ്റ് കാർ 2011 മോഡലാണ്. നല്ല വലിയ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഓപ്ഷൻ പിന്നെ VDI ഡീസൽ ആണ്. എത്ര വില? 2.4. ഇവിടെ ഒരു കിഡ് ഓട്ടോമാറ്റിക് വണ്ടി. എത്ര മോഡലാണ്? 2016 രജിസ്റ്റർ. എത്ര വില? ഓട്ടോമാറ്റിക്. എത്ര വില? 2.85. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം. 2013 ZDI. ഓക്കെ, 2013 മോഡലാണ്. ZDI. ഡീസൽ വണ്ടിയാണ്. എത്ര ചോദ്യം? 3.85 കൊടുക്കാം. 3.4. ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ നോക്കാം. പെട്രോൾ വണ്ടിയാണ്. VXI ആണ്. 2009 ഫുൾ പേപ്പറിൽ. എത്ര വില? അത് നമുക്ക് ലാസ്റ്റ് 1.4. ഇവിടെ ഒരു ടൊയോറ്റന്റെ ആൾട്ടീസ്. 2010 നമ്പറായ വണ്ടി, സെക്കൻഡ് ഓണർ. ഓക്കെ, ജി മോഡൽ. ഡീസൽ ആണ്. എത്ര വില? ജി മോഡൽ 3.4. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സിയാസ് നോക്കാം. 2016 ZXI. 2016 ZXI ആണ്. പെട്രോൾ വണ്ടിയാണ്. എത്ര വില? 4.4 വില. ഇവിടെ ഒരു ബെൻസ് ഇ ക്ലാസ് അല്ലേ? E280 റീ വണ്ടിയാണ്. എത്ര ചോദ്യം? അത് നമുക്ക് ഫൈനൽ 4 കൊടുക്കാം. 4 കൊടുക്കാം. 2007 മോഡലാണ്. ഇവിടെ ഒരു ടൊയോറ്റന്റെ ലിവ ക്രോസ് ആണ്. ഓക്കെ, 2015 മോഡൽ 16 റൈസിനായിട്ടുള്ള വണ്ടി. 14 മോഡൽ 15 റൈസ്. ഓക്കെ, സോറി 14 മോഡൽ 15 റൈസിനായിട്ടുള്ള ഡീസൽ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദ്യം? ചോദിക്കേണ്ട ഫൈനൽ 5 രൂപ കൊടുക്കാം. 5 രൂപ കൊടുക്കും അല്ലെ? ഓക്കെ, ഇവിടെ നമുക്ക് ഒരു വോക്സ് വാഗന്റെ പോളോ ഉണ്ട്. 2011 ട്രെൻഡ് ലൈൻ ആണ്. അത് നമുക്ക് ഒരു 1.4 കൊടുക്കാം. ഇവിടെ നമുക്ക് ഫോർഡിന്റെ ഫിയസ്റ്റ പെട്രോൾ വണ്ടിയാണ്. വെറും 85,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അതേപോലെ തന്നെ ഇവിടെ 2010 മോഡല് ജെറ്റ് ആണ്. വോക്സ് വാഗന്റെ ജെറ്റ് ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് വണ്ടി. എത്ര? 2 രൂപ കൊടുക്കാം. 2 രൂപക്ക് തരും കേട്ടോ. 2 രൂപ കുറച്ച് തരും വില. ഇവിടെ അതേപോലെ തന്നെ വോക്സ് വാഗന്റെ 2011 മോഡൽ ഹൈലൈൻ പോളോ. എത്ര വില? അത് നമുക്ക് ഫൈനൽ 2.4 കൊടുക്കാം. 2.4 കൊടുക്കാം. ഇവിടെ ഒരു ഹോണ്ടന്റെ ജാസ് ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി. 4.4 കൊടുക്കാം. ഇവിടെ നമുക്ക് ഹോണ്ടന്റെ അക്കോഡ്. ഇത് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര മോഡല്? അത് നമുക്ക് 2012. ഓക്കെ, എത്ര വില? നമുക്ക് 4 കൊടുക്കാം. 4 കൊടുക്കാം. ഇവിടെ ഒരു ബീറ്റ് നമുക്ക് നോക്കാം. ബീറ്റ് 2013 മോഡല്. എത്ര വില? അത് നമുക്ക് 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. ഇവിടെ ഒരു വാഗണർ. എത്ര മോഡലാണ്? 2006 മോഡൽ. എത്ര വില? നമുക്ക് 1.10. ഇവിടെ ഒരു ഹോണ്ടന്റെ i10 നമുക്ക് 1.10. ഉണ്ടായിന്റെ നമുക്കൊരു 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. എത്ര മോഡല്? 2009. ഇവിടെ ഒരു സ്റ്റാർ നോക്കാം ഓട്ടോമാറ്റിക്. എത്ര മോഡൽ? 1.4 കൊടുക്കാം. മോഡൽ 2011 മോഡല് 1.75 തരും കേട്ടോ. ഇവിടെ ഒരു ഇത്തിയോസ് ലിവ. ഇത് എത്ര മോഡലിക്കാ? 2018. ഓക്കെ, ഇവിടെ ഒരു 4 വണ്ടി ഉണ്ട്. ഇത് ഒന്നും പറയാനില്ല കേട്ടോ. 4 വണ്ടി ഇത്തിയോസ് ലിവ ആണ്. 2018 മോഡലാണ്. എല്ലാത്തിനും ഒരേ റേറ്റ് ആട്ടോ. 6. ഇത് കർണാടക വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ കർണാടക റൈസനിലാണ് ഉള്ളത്. ഇത് കേരള നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് 6 ലക്ഷം രൂപയ്ക്ക് തരാന്ന് മൂപ്പര് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില കുറച്ച് തരും. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കാളി.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വോക്സ് വാഗന്റെ വെൻഡോ നോക്കാം. വെൻഡോ ഹൈലൈൻ ഇത് എത്ര കളിക്കാം? 2011. 2011 ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര ചോദ്യം? നമുക്ക് 2.5 കൊടുക്കാം. ഇവിടെ ഒരു വാഗ്നർ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി വാഗ്നർ ആണ്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര വില? നമുക്ക് 2.5 കൊടുക്കാം. 2010 മോഡൽ 2.5 കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഗ്നർ നോക്കാം. നല്ല വൃത്തിയുള്ള 2016 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016. എത്ര വിലക്കാം? നമുക്ക് 3.75 കൊടുക്കാം. 3.75 കൊടുക്കുക. ഇവിടെ ഒരു ഓണ്ടന്റെ ഒരു വണ്ടി നോക്കാം. ഒരു SUV ടൈപ്പ് വണ്ടി. 6 മോഡലാണ്. വില എത്ര? 1.75. 1.75 ഒരു SUV ടൈപ്പ് വണ്ടി സ്വന്തമാക്കാം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. അപ്പൊ ഇവരെ വീടിന്റെ താഴെ ഇവരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് പിന്നെ എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇന്നോവ ഫോർച്യൂണർ അങ്ങനത്തെ A4 കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ 2012 മോഡൽ A4 നമ്മൾ റെഡിയിലുണ്ട്. ഓക്കെ. 2012 A4 കേരള വണ്ടി ഉണ്ട്. 2016 ഓട്ടോമാറ്റിക് പിന്നെ ഫോർച്യൂണർ നമ്പർ ആയതുണ്ട്. 2012 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നമ്പർ ആയതുണ്ട്. 2015 ഇന്നോവ G4 നമ്പർ ആയതുണ്ട്. ഓക്കെ. ഇതൊക്കെ നിങ്ങളെ കയ്യിൽ ഇപ്പോ സ്റ്റോക്ക് ഉള്ളതാണ്. അപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇത് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ്. അതായത് മഞ്ചേരിന്ന് കോഴിക്കോട് റോഡിന് 2 കിലോമീറ്റർ. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോഡിൽ വരികയാണെങ്കിൽ 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓപ്പൺ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് അസ്കർ ഖാന്റെ. അപ്പോ അതിന്റെ താഴത്തുള്ള നമ്പറിൽ വിളിച്ചെങ്കിൽ ലൊക്കേഷന് അവർ വാട്സപ്പ് വഴി ആയിട്ട് അയച്ചു തരും കേട്ടോ. അപ്പൊ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ